എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ ഡ്രസ്സിനെ പുതിയ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇതൊരു 10 വർഷം എൻ്റെ ഓർമ്മയിലുണ്ട്. 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കണ കണ്ടപ്പോൾ ഞാനിതിനൊന്ന് പുതിയൊരു ലുക്ക് കൊടുക്കാൻ വിചാരിച്ചു. ഇതിന് ഫുൾ ലെങ്ത് ഉള്ള ഒരു ഫ്രോക്കാണ്. ഈ ഡ്രസ്സാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ ബോഡി പാർട്ടിലെ ഈ മെറ്റീരിയൽ ഇങ്ങനെ പിന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, സൈഡൊക്കെ സ്റ്റിച്ച് ഇങ്ങനെ പിന്നിയിട്ട് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇതാ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചൊക്കെ ഇതാ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നി പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിന് സ്ലീവ് ഒന്നും ഇല്ലായിരുന്നു. സ്ലീവ് ഇല്ലാത്തൊരു പിന്നെ ഫ്രോക്കായിരുന്നു. അപ്പം ഞാൻ ഇതിന് ഷോൾ ഉണ്ടായിരുന്നു, വീതി കുറഞ്ഞ ആ ഷോൾ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ സ്ലീവും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ ബോഡി പാർട്ടായിട്ട് ഇതിന് 2 മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും കട്ട് പീസാണ്. ഞാൻ മുമ്പ് കുറച്ച് കട്ട് പീസ് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നല്ലോ, അതിലുള്ളതാണ് ഈ 2 പീസും. അപ്പോൾ ഇതിൽ ബോഡിക്ക് ഞാൻ പച്ച കൊടുക്കണം ബ്ലാക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. എന്തായാലും ഞാൻ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ട് ഈ മെറ്റീരിയൽ, ഇതൊക്കെ ഞാൻ കട്ട് പീസ് വാങ്ങിയിട്ടുള്ള അതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഈ മെറ്റീരിയലിൽ നല്ലൊരു സീക്വൻസും ഉണ്ട്, ത്രെഡ് വർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ എക്സ്ട്രാ ഒരു ഡിസൈനൊന്നും കൊടുക്കണ്ടല്ലോ, അപ്പോൾ ഇതന്നെ ഇതിലുള്ളത് കൊണ്ട് ഒരു വർക്കൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കട്ട് പീസ് 1.50 മീറ്റർ ഉണ്ട്. ഇപ്പം 192 റുപ്യാണ് ഇതിന്. അല്ലാണ്ട് നമ്മൾ കട്ട് പീസായിട്ട് അല്ലാണ്ട് വാങ്ങുകയാണെങ്കിൽ ഇതിലും റേറ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഒരു ഗ്രീൻ കളർ മെറ്റീരിയൽ തന്നെയാണ്. ഇതിലും ഒരു ചെറിയൊരു സീക്വൻസും ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു ത്രെഡ് വർക്കും ഉണ്ട്. പക്ഷേ എനിക്കിത് ഇഷ്ടമായി. പക്ഷേ ഫുള്ള് ഒരു ഗ്രീൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെടുത്തിട്ടില്ല. ഇതൊരു നെറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇത് രണ്ടിലും ഏതായിരുന്നു ഭംഗിയുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാൻ കൊടുത്തത് ബ്ലാക്കാണ്. ഗ്രീൻ കൊടുത്താൽ ഭംഗി ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഈ സ്ലീവ് ഞാൻ പറഞ്ഞില്ല മുമ്പ്, ഞാൻ പിന്നെ ഈ ഡ്രസ്സ് വാങ്ങിയപ്പോൾ തന്നെ ഇതിന് സ്ലീവ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആ ഷോള് കട്ട് ചെയ്തിട്ട് സ്ലീവ് ആക്കി കഴിഞ്ഞാൽ അതിൽ ലൈനിങ്ങും കൊടുക്കാതെ രണ്ടും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഞാൻ ഈ ഷോൾ വെച്ചിട്ട് തന്നെ ചെയ്തത്. ഇതിൻ്റെ ഷോളാണെങ്കിൽ വീതി ഇല്ലാത്തൊരു ഷോളായിരുന്നു, നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, 2 സ്ലീവ് കട്ട് ചെയ്താലും ലൈനിങ്ങിനും അതന്നെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഞാൻ ലൈനിങ്ങും കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ച് പൊട്ടിച്ചെടുത്തിട്ട് സ്ലീവും ഞാൻ ഇതന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അലമാര നോക്കിയാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും പഴയ ഡ്രസ്സായിട്ട്. നമ്മൾ എവിടെയും പോകാൻ നോക്കിയാൽ നമുക്ക് ഒറ്റ ഡ്രസ്സും ഇല്ലാത്ത പോലെ ഉണ്ടാവും. പിന്നെ കബോർഡിലുള്ള ഡ്രസ്സുകൾ പിന്നെ വണ്ണം കൂടിയിട്ട് കൊള്ളാണ്ടാകുക അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ഡ്രസ്സ് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വെറൈറ്റി ലുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. അതുപോലെ അനാർക്കലി, പിന്നെ ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്കുകൾ, ഇതൊന്നും നമ്മൾ പിന്നെ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യുക, സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് അയൺ ചെയ്തിട്ട് നമുക്ക് നോർമൽ പിന്നെ ചുരിദാറോ കുർത്തിയൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമ്മൾ ഡെയിലി യൂസിന് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയാത്തവർക്കുള്ളൊരു പിന്നെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, പഴയ ഫ്രോക്കൊക്കെ ഉണ്ടാവില്ലേ, ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്കൊക്കെ, അതിനൊരു ജാക്കറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ട് അതിനൊരു വെറൈറ്റി ലുക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ തുന്നൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ കുറേ ഈ ബോർഡർ തുന്ന് പൊട്ടിച്ച് നോക്കി. അപ്പം ഞാനിത് മുമ്പ് ലെങ്ത്ത് കൂടിയിട്ട് ഇതൊരു സ്റ്റിച്ച് കൊടുത്തിരുന്നത്, അത് ചെറിയ സ്റ്റിച്ചായിപ്പോയി. അപ്പോൾ അത് സ്റ്റിച്ച് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലെങ്ത്ത് കട്ട് ചെയ്ത് കളയല്ലാതെ വേറെ വഴി കണ്ടില്ല. അപ്പോൾ ഇതാണ്ട് ഇത്രയും ഞാൻ സ്റ്റിച്ച് പൊട്ടിച്ച്, ഇത്രയും പൊട്ടിച്ച് ഇതാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ലെങ്ത്ത് കൂടുതലായിരുന്നു. നല്ല വീതിയുള്ളൊരു ബോർഡറുമാണ്. ഇത്രയും ഞാൻ തയ്ച്ച് വെച്ചതായിരുന്നു. പക്ഷെ ഇത്രയും മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയാണ്. പിന്നെ ഇത്രയും റൗണ്ടിൽ ഇത് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഏതായാലും കട്ട് ചെയ്യാൻ തീരുമാനിച്ച്. പിന്നെ ഈ ഫുൾ ലെങ്ത് ഉള്ളത് പിന്നെ എപ്പോഴായാലും ഉപയോഗിക്കില്ല. നമ്മൾ ഈ മഴ സമയത്തൊന്നും അധികം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ലെങ്ത് അങ്ങോട്ട് കുറഞ്ഞിട്ട് നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ ഈ ബോർഡർ നമുക്ക് പിന്നെ ഏതെങ്കിലും ഡ്രസ്സിന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതുണ്ടോ, ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്ത് ഇത്രയും വിടുത്ത് കുറഞ്ഞ സ്റ്റിച്ചാണ് ഞാൻ അന്ന് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അതൊന്നും ശ്രദ്ധിച്ചില്ല, അതങ്ങ് തയ്ച്ചെടുത്തു. ഇപ്പം അത് തയ്ക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ മെറ്റീരിയൽ ആണെങ്കിൽ പിടിച്ചെടുത്ത് കിട്ടൂല, കട്ട് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിങ്ങനെ ഊരി ഇറങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. മുമ്പ് ഇതൊരു നല്ലൊരു ട്രെൻഡായിട്ടുള്ള മോഡലായിരുന്നു. ഇതൊക്കെ വാങ്ങിയ ആൾക്കാർക്ക് അത് ഓർമ്മ ഉണ്ടാവും, അത്രയൊരു ഭംഗിയായിരുന്നു അന്നൊക്കെ. ഞാൻ പിന്നെ ഫാഷൻ പോയാലൊക്കെ ഇടാറുണ്ട്. പിന്നെ എനിക്കിത് സ്റ്റിച്ച് പൊട്ടിയതുകൊണ്ട്
പിന്നെ ലെങ്ത്തും കൂടുതലായതുകൊണ്ട് ഏത് സമയം ഇടാൻ പറ്റില്ല. ഒന്നാമത് അതുകൊണ്ടാണ് ഞാനിത് പിന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ വിചാരിച്ചത്. ഇനി ഇതുപോലുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ ഒന്ന് ഓരോ വെറൈറ്റിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, നിലത്തുകൂടെ വലിഞ്ഞിട്ട് നൂലൊക്കെ വലിഞ്ഞ് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞതിന് വിഷമമൊന്നും ഇല്ലാണ്ടില്ലേ, ഇങ്ങനെ നൂല് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഒന്ന് വശം കുറയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫ്രില്ലിൽ, ഇതിപ്പോൾ ഇങ്ങനെ ഫ്രില്ല് മോഡലാണല്ലോ വരുന്നത്, ഇത് ഫ്രില്ല് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പല മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഫ്രില്ല് ഒഴിവാക്കിയിട്ട് ഫുൾ അയൺ ചെയ്തിട്ട് പിന്നെ ഒരു ലൈനുള്ള ഒരു മെറ്റീരിയൽ പോലെ ആയിട്ടുണ്ടാവും. അത് നമുക്കൊരു ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലെങ്ത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചുരിദാർ അടിക്കുകയാണെങ്കിൽ നമുക്ക് 2 ചുരിദാറൊക്കെ തയ്ക്കാനുള്ള ഒരു മെറ്റീരിയൽ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ബ്ലാക്ക് ബോർഡർ ഉണ്ടല്ലോ, നല്ല വീതിയിലാണ്. നമുക്ക് ഏതെങ്കിലും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഇതിന് നല്ല ലെങ്ത് ഉണ്ട്, കണ്ടില്ല. ഇവിടെയാണ് നമ്മൾ തുന്നയച്ച് നോക്കിയത്. ഇത്രയും വീതിയിൽ നമ്മൾ തുന്നയച്ച്, പക്ഷെ ഒരു വിധത്തിൽ ഞാൻ ഇത്രയും കഴിച്ചെടുത്തു. ഇനി കഴിയില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുണ്ടോ, ഇതിന് ഒരു ഭാഗം ബോർഡറാണ്, ഒരു ഭാഗം അതിൻ്റെ ലൈനിങ് ആണ്. ബോർഡറിന് ലൈനിങ്ങും വെച്ചിട്ടാണ് ഇത്രയും ബ്ലാക്കിൽ ഇത്രയും ലെങ്ത്തിൽ. ഇത്ര നമ്മൾ ലെങ്ത്ത് അന്ന് കൂടുതലായിട്ടുള്ളതാണ് മടക്കി തയ്ച്ചും ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നല്ല മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് കണ്ടില്ല, അത്രയും ചെറുതായിരുന്നു. പിന്നെ എങ്ങനെ ഞാനത് അയച്ചെടുക്കാം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അന്ന് ലെങ്ത്ത് കൂടിയിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നേരമല്ല, ഒന്നാമതാണ്. പിന്നെ ഞാനത് കാണാത്ത രീതിയിൽ ബോർഡർ നല്ല വീതി ഉള്ളതുകൊണ്ട് ഇതിൽ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ പുറത്തോട്ട് കാണുകയില്ല, എന്നാൽ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആലിയ കട്ടാണ്. ആലിയ കട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു വേറെ വീഡിയോ ഇടാം. പിന്നെ ഒന്നാമത് ഞാനിത് ചെയ്ത് നോക്കിയത്, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇതിലല്ല പരീക്ഷിക്കുക. എനിക്ക് ആലിയ കട്ട് ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുമില്ല, തയ്ച്ചിട്ടുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തടി ഉള്ളതുകൊണ്ട് ഇതിട്ടാൽ ബോറുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തടിയുള്ളവർക്ക് ഇങ്ങനത്തെ ഫ്രില്ലുള്ള ആലിയ കട്ട് ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം, ചെയ്ത് നോക്കുമ്പോൾ എനിക്കിഷ്ടമായി. അപ്പം ബാക്കിൽ നമ്മൾ നോർമൽ കട്ടിങ് തന്നെയാണ്, ഫ്രണ്ടിലാണ് ആലിയ കട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടില്ല, ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ നമ്മളൊരു റെഡിമെയ്ഡ് ലുക്ക് തന്നെ വരും. ഇതുണ്ടോ, നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രില്ലുള്ളതാകുമ്പോൾ ഒരു ഭംഗി കുറവാണ്. പിന്നെ ഇതിൽ ഞാൻ വേറൊരു എക്സ്ട്രാ വർക്കൊന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ബീഡ്സ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ പിന്നെ ഇതിൽ ഈ സീക്വൻസ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഒന്നാമത് പഴയ ഡ്രസ്സാണല്ലോ, അതിൽ പിന്നെ കൂടുതലൊരു പണി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, പിന്നെ ആലിയ കട്ട് ഒരു പരീക്ഷണമായിരുന്നല്ലോ, അപ്പോൾ അതും ചെയ്ത് നോക്കിയപ്പം എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ ഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടായിരുന്നോ എന്നുള്ളത് ഒരു അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതും പറയാം. പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നില്ല, ഇനി ഇൻഷാ അല്ലാഹ് ശ്രമിക്കണം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് കൂടെ കൂടിക്കോളി, നമുക്ക് ഒന്നിച്ച് ചെയ്തു നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.